Welcome back. Let's strike a conversation with Biju. Hindi അറിയാമെന്ന് പറഞ്ഞപ്പോൾ can you tell me like your background, like where did you grow up and stuff? ഞാൻ ജനിച്ചത് കേരളത്തിലാണ് ആൻഡ് മലയാളം സിനിമകളൊക്കെ കാണുന്ന കാരണം മലയാളം നല്ലൊരു പിടുത്തമുണ്ട്. പിന്നെ വീട്ടിൽ മലയാളം സംസാരിക്കുന്നത് അതുകൊണ്ട് നല്ല പിടുത്തമുണ്ട്. 6 മാസമായിരുന്നപ്പോൾ ഞാൻ ബോംബെയിൽ പോയി പേരൻസിൻ്റെ കൂടെ. അവിടെയാണ് ഞാൻ വളർന്നതും എല്ലാം. 16-17 വയസ്സ് വരെ ബോംബെയിലായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി ഹിന്ദി പറയാൻ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയും, മലയാളം പോലെ തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ തന്നെ പറയാം, ഹിന്ദി പറയും. 17ാമത്തെ വയസ്സിൽ ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി ഹോട്ടൽ മാനേജ്മെൻറ്റ് റെസ്റ്റോറൻറ്റ് പഠിക്കാൻ. അപ്പോൾ അതായിരുന്നു എൻ്റെ അന്നത്തെ പാഷൻ. സത്യത്തിൽ പാഷൻ എന്ന് പറയാൻ പറ്റില്ല, ഡാഡി ഒക്കെ കുറച്ച് ഫോഴ്സ് ചെയ്ത കാരണം പറയാം. ഡാഡിയുടെ ഫീൽഡ് അതായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ പോയോടുകൂടി എനിക്ക് ഇവിടെ വരാൻ പറ്റി. അങ്ങനെ എൻ്റെ ലൈഫിന്റെ ട്രജക്ടറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ഇവിടെ വന്നിട്ടും മെഡിസിനിലോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ കയറുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരു സാഹചര്യം അടുത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ ഒരു പെനി സേവറിൽ ആഡാണ് ഇന്ന് കാണുന്ന ബിജു. നമ്മളെ പറ്റി ഒരു വിചാരം ഉണ്ട്. There is a purpose for each of us, right? തീർച്ചയായിട്ടും. And you're 100% fulfilling it. Yes, that is so good. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ജോലിയായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ജോലിയായിട്ട് എന്ന് തോന്നുന്നു, എന്ത് തോന്നുന്നു, അപ്പം നമുക്കറിയാം ഇത് മടുപ്പാവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏഷ്ണിയോ കുശുമ്പോ ദേഷ്യമോ പറയാൻ പറ്റും നമ്മുടെ മുതലാളിയെ പറ്റിയോ whatever. അപ്പം നമ്മൾ സ്വയം നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഫുൾ ABC നമുക്കറിയാം, അല്ല. ലൈസൻസസിൽ തന്നെ നമ്മൾ നോക്കണേ, എനിക്ക് റെസ്പിറേറ്ററി തെറാപ്പിയുടെ ലൈസൻസ് നാസോ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് സുമ ലോഡ് ഗ്രാജുവേറ്റ് ചെയ്തു. മെഡിസിൻ്റെ ഒരു ഫീൽഡും അറിയാതെ കേട്ടോ, കാരണം അത്രയും പാഷൻ അപ്പോഴേ തൊട്ട് തുടങ്ങി. So you still maintain all these credentials? Of course I do. Of course I do. I think ഞാൻ NPA CCRN give up ചെയ്തു. I think it's so hard to maintain every credential that you have. See, hardship illa. So you still maintain your PA? I still maintain my PA. I still maintain my respiratory therapist license. I still maintain CCRN? So you have CCRN, CEN, CPAN, CAPA, CNR, CFRN, TCRN. And you still maintain all this. That's amazing. That would be ridiculous and very foolish to have them and not maintain them. That's what I think. Okay. Because I only know how much time I took. And especially when you're in independent practice, I think all these collectively help. Education, പഠിത്തം അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞൊരു കാര്യം ആർക്കും നമ്മളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. My mom actually used to tell me that. എന്തും നമ്മളുടെ നിന്ന് പോവാം, പക്ഷെ അത് education, yes, nobody can steal. Yes, so that passion towards education, of course, have put you here, and now you're proudly running this practice. I'm very passionate about the practice. Practice pudidana. That's why I am even more doing it the way I like. ഞാൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ ഓഫീസായിട്ട് ആരും കാണരുത് എന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം മെഡിക്കൽ ഈസ് എ പാർട്ട് ഓഫ് യു. നമ്മളുടെ ശരീരത്തിലുള്ള കോഷ്ടങ്ങളും എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്നു ജസ്റ്റ് വേ ഇറ്റ്സ് സപ്പോസ് ടു, അല്ലേ? അപ്പോൾ അകത്ത് കയറി വരുന്ന ഒരു ഹോംലി ഫീലിംഗ്, അതാണ് എനിക്കിഷ്ടം. ഫീലിംഗ് ഓഫ് ഗുഡ്നെസ്. അറ്റ്ലീസ്റ്റ് എൻ്റെ നമുക്ക് കണ്ണിന് കാണുമ്പോൾ ഒരു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, തിങ്സ് ദാറ്റ് യു ലൈക്ക്. അങ്ങനത്തെ എനിക്ക് വലിയ ഒരു ആഗ്രഹമാണ് എൻ്റെ. ദാറ്റ് പീപ്പിൾ ടൈം എടുത്തിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും അതിനും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, ഒരു ഔട്ട്കം നല്ലതാണ്. പേഷ്യൻസ് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശരൺ തന്നെ എന്ന് വന്നപ്പോൾ പറഞ്ഞു nice look, and it makes me feel good too that you're feeling good already. True. There's a lot of mirrors and all here, so it feels like so good. And I don't know whether there's any magic in these mirrors, because I know when I look at it I'm like, oh, do I look that pretty? Angana thoni po, because it's like no, because the lighting and everything kind of adds compliment ചെയ്യും. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റും തെറാപ്പി ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അല്ലേ നല്ലൊരു ശോഭയുള്ള ഫേസ് ഒക്കെ. അല്ല, ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ വെരി പാഷനറ്റ് അബൌട്ട് ഇന്റേർണൽ ഗുഡ്നെസ് മാത്രമല്ല എക്സ്റ്റേർണൽ ബ്യൂട്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരം പറഞ്ഞ മാതിരി തന്നെ മിററിൽ നോക്കുമ്പോൾ യു നീഡ് ടു ഫീൽ ഗുഡ് ആൻഡ് യു ലുക്ക് ഗുഡ്. അപ്പോൾ അത് ഇഫ് യു സ്റ്റാർട്ട് ടു ചെറുപ്പത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിൽ വരുന്ന ചുളിവൊക്കെ ഒത്തിരി നമുക്ക് ഇല്ലാണ്ടാക്കാം. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണം. കാരണം അതിൻ്റെ തന്നെ ഒരു ടോക്ക് ഉണ്ട്. ക്ലയൻസ് അതിനു വേണ്ടി കൺസൾട്ടേഷൻ വരണമെങ്കിൽ ഐ ടോക്ക് ടു ദം അബൌട്ട് ദാറ്റ്.
ഈ ഒബിസിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ വി കൻ ടോക്ക് അബൌട്ട് മെനി അതർ തിങ്സ്. അഗൈൻ 360 എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ലൈസൻസസ് വരെ റെസ്പിറേറ്ററി തെറപ്പി തൊട്ട് ഫുഡ് കെയർ സ്പെഷ്യലിറ്റിയുടെ പോലും സർട്ടിഫിക്കേഷൻ എല്ലാം കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം ആ ട്രീറ്റ്മെന്റ് വേറെ എന്തിനെങ്കിലും ബാധിക്കുമെന്ന്. ഇപ്പൊ ഈ ബ്ലഡ് പ്രഷറിന് തന്നെ പറഞ്ഞത് ഓരോരുത്തർക്കും സെയിം മെഡിസിൻ ആയിരുന്നു വരില്ല. ഇപ്പൊ ഗാഡ് ഫുർബിഡ് ഒരാൾക്ക് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് അവർ ഏത് ടൈപ്പ് ആൾക്കാരാണ്, അവർ വിളംബരാണോ, ഇന്ത്യൻ ഒറിജിൻ ആണോ, അത് ഇവിടുത്തെ സ്പാനിഷുകാരാണോ, അത് ആഫ്രിക്കൻ അമേരിക്കൻസ് ആണോ. കാരണം എല്ലാവർക്കും പറഞ്ഞേക്കുന്ന മരുന്നുകൾ വേറെ ടൈപ്പാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൂ ദേ ആർ. പിന്നെ അവരുടെ കോമ്പിനേഷൻ മരുന്നും ഡിഫറെൻ്റ് ആണ്. അവർക്ക് കൊടുക്കുന്ന ആ മരുന്ന് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് പറ്റുമോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് അവരോട് പറയണം ആദ്യമേ തന്നെ. പിന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ നിന്ന് കടന്ന് എൻ്റെ പേഷ്യൻ്റ് ആവണമെങ്കിൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് അവരറിഞ്ഞിരിക്കണം. അവരാണ് മെയിനായിട്ട് ഈ ചിത്രത്തിൻ്റെ കലാകാരൻ. ഐ എം ജസ്റ്റ് എ ഗൈഡ്. ഈ പെയിൻറ്റ് യൂസ് ചെയ്യണം, ഇത് ചെയ്യണം, എന്നാൽ എങ്ങനെ വരും എന്ന് മാത്രം. അവർ എല്ലാം അവരുടെ കണ്ടീഷനെ പറ്റി അറിഞ്ഞിരിക്കണം, അവരെടുക്കുന്ന മരുന്നുകളെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി മൈ പേഷ്യൻറ്റ്. കാരണം ഓണർഷിപ്പ് എടുക്കണം നമ്മുടെ കണ്ടീഷനെ പറ്റി. എനിക്ക് നിങ്ങളുടെ കണ്ടീഷൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വരുന്നത് കൺസൾട്ടേഷൻ ആണ്. കാരണം ഇതിൻ്റെ അറിവ് പഠിത്തത്തിൽ കൂടെയും എക്സ്പീരിയൻസിൽ കൂടെയും ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തരാം. നമ്മളുടെ ആൾക്കാർ ലൈക്ക് now that you're so passionately explaining everything, I hope everybody takes prevention a little bit serious, right? എല്ലാവരും ബിസിയാണ് ലൈഫിൽ. People don't have time to exercise, no time to self-care time കാണുന്നില്ല. And then soon they are sick and now you're chasing medications. Yes. അതൊരു സാഡ് പാർട്ടാണ്. ഐ ഹോപ്പ് പീപ്പിൾ വിൽ റിയലൈസ്, ഈവൻ യങ്ങർ ജനറേഷൻ, ഐ റിയലി വോണ്ട് ടു കോൾ അറ്റൻഷൻ ടു ദിസ് യങ് ജനറേഷൻ ഹു ആർ നോട്ട് വാച്ചിങ് വാട്ട് ദേ ഈറ്റിംഗ്, റൈറ്റ്? ഇല്ല, നേരത്തെ പറഞ്ഞു കോൺഷ്യസ് ആയിട്ടുള്ള ചില കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുറേ ഡിസ്പാരിറ്റി ഉണ്ട് അതിൽ. നല്ല ആഫ്ലുവൻറ്റ് പൈസയുള്ള ഫാമിലിക്കാരാണെങ്കിൽ അവരുടെ പിള്ളേർക്ക് അവർക്കത് വേണമെന്ന് പറയുമ്പോൾ പേരൻസ് ഓക്കെ മോനെ നീ അത് മേടിച്ചോ, കുഴപ്പമില്ല, 100-200 ആയാലും പ്രശ്നമില്ല. എന്നാൽ വേറെ ഫാമിലീസും ഉണ്ട് ആ ലെവലിൽ അവർക്ക് കൊച്ചുങ്ങളോട് പറയാൻ പറ്റില്ല ശരി മോനെ മേടിച്ചോന്ന്. സോ ആ ഡിസ്പാരിറ്റി ഉള്ള കാരണം ഈ കൊച്ചിനറിയാം അത് ചോദിച്ചിട്ട് കാര്യം പോലും ഇല്ല. സോ അഗൈൻ പക്ഷെ ഹെൽത്തി ഈറ്റിംഗ് നോക്കുവാണെങ്കിൽ ഡോണ്ട് യു തിങ്ക് ഓർഗാനിക് ആൻഡ് ഹെൽത്തി ഈറ്റിംഗ് വരുമ്പം നമുക്ക് കുക്കിങ്ങിന് ടൈമേ ഇല്ല. യു ജസ്റ്റ് ഹാവ് ടു മിക്സ് ആൻഡ് മാച്ച് സം സ്റ്റഫ്. സോ ദർ ഇസ് ആക്ച്വലി ഹാർഡ്ലി എനി കുക്കിംഗ് ഇൻവോൾവ്. സോ നമുക്ക് കിച്ചണിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട. പക്ഷേ എക്സ്പെൻസ് വൈസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എക്സ്പെൻസീവ്. സോ നോർമൽ പീപ്പിൾ ഐ തിങ്ക് ഇറ്റ്സ് വെരി അഫോർഡബിൾ അല്ല ഓർഗാനിക് ഫുഡ് ഐറ്റംസ് ആണേലും, അല്ലേ? അതൊരു പ്രോബ്ലമാണ് അത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ ഫിക്സ്ഡ് ഇൻകം ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ മോർഗേജ് എത്ര, കാറിൻ്റെ പേയ്മെൻറ്റ്സ് എത്ര, പിന്നെ അതിൽ നിന്ന് ഇഞ്ചി ഡിസ്പോസിബിൾ ഇൻകം ഇല്ലാത്തവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പാടായിരിക്കും. But there is a lot of ways we can put things together. Yes, of course. There is nothing impossible in this world എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഫിലോസോഫിക്കൽ വേ ഓഫ് സേയിങ്. എന്തിനും സൊല്യൂഷൻ ഉണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ആർക്ക് പറ്റുന്നു അവരോട് പറയണം. അപ്പം നമ്മൾ നാട്ടിൽ പോകുന്നു, എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ ടിക്കറ്റ് മേടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം നാട്ടിൽ കൊണ്ടവർ എന്നെ ഇറക്കി തരുമെന്ന്. അത്ര വിശ്വാസം ഉണ്ടാവുക, അത്രമാത്രം ചെയ്താൽ മതി. ലൈഫ് അത്രയും സരളമാണ്, നമ്മളതിനെ ആ രീതിയിൽ കാണണം. കോംപ്ലിക്കേറ്റഡ് അല്ല, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. So amazing talking to both of you. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ you can actually talk to the audience. പറയാനുള്ളത് എല്ലാവർക്കും സർവേ ഭവന്തു സുഖിന എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിബഡി ബി അറ്റ് പീസ് ആൻഡ് വെൽബീയിങ്. എന്തെങ്കിലും ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ബാക്ക് പെയിൻ, ഷോൾഡർ പ്രോബ്ലംസ്, എന്തൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായാലും വി ആർ ഹിയർ. ജസ്റ്റ് റീച്ച് ഔട്ട് ടു അസ്. ഞങ്ങൾ രണ്ടുപേരും മലയാളം പറയും, ഞാനാണ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യണത്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ആവശ്യമാണെങ്കിലും മെഡിക്കലി ഓർ എസ്തെറ്റിക്കലി. കുറേ അമ്മച്ചിമാരും യങ്സ്റ്റേഴ്സും ഉണ്ട് ഫേഷ്യൽ ഹെയർ ഉള്ളവർ. ഞങ്ങളതിനെ പെർമനൻറ്റ് ഇലക്ട്രോളിസിസ് കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യും. ഹെയർ ലോസിനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. ഞാൻ അഗൈൻ 3 പില്ലേഴ്സ് അതിനും. എന്താണ് കാരണം നിങ്ങളുടെ ഹെയർ ലോസിന്?
നമുക്ക് പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്. എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രം 90% സഫീഷ്യൻ്റ് അല്ല. നമ്മളൊരു കോമ്പിനേഷൻ അപ്രോച്ച് വേണം. കാരണം നമ്മുടെ ജനറ്റിക്കിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ജനറ്റിക്സിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കണം. മരുന്നുകൾ ബൈ മൗത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുക്കണം. അതുകൊണ്ട് ലേസർ ഹെയർ ക്യാപ്പ് ഉണ്ട് മുടി വളർത്താനായിട്ടുള്ളത്. പിന്നെ ഇൻവേസീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞിട്ട്. അഗെയിൻ ബ്യൂട്ടിഫൈങ് നോട്ട് ഓൺലി ദി ഇൻസൈഡ് ബട്ട് ഓൾസോ ദി ഔട്ട്സൈഡ്. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യും, ഡെർമ പ്ലെയിനിങ് ചെയ്യും. PDO ത്രെഡ് എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്. നമ്മൾ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റ്. ഇതൊരു തരം ത്രെഡാണ്. ചെറിയൊരു കൊച്ചു സൂചി കൊണ്ട് ഒരു കൊച്ചു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിക്കോരിട്ടിട്ട് നമ്മൾ സ്കിന്നിനെ വലിക്കുമ്പോൾ സ്കിന്നങ്ങ് നമുക്കൊരു എലിവേഷൻ കിട്ടും. അതുപോലെ തന്നെ ബോട്ടോക്സ്, ഡെർമൽ ഫില്ലേഴ്സ്, ലിപ്സ് ചെയ്യേണ്ടവർക്ക്. പിന്നെ ഞങ്ങൾ സ്കിൻ ലൈറ്റനിങ്ങും ചെയ്യും. അതൊരു IV മെഡിക്കേഷനാണ്, ഗ്ലൂട്ടതയോൺ. IV ഹൈഡ്രേഷനും ചെയ്യും. You name it, we do it. വിളിച്ചു നോക്കുക, so you can think about it, any kind of treatments. So അങ്ങനെ ടോട്ടൽ മെഡിക്കൽ 360 പറ്റി വാചാലമായി ഞങ്ങൾ സംസാരിച്ചു. I hope everybody uses Biju services, Biju and his wife services. They are very welcoming, very warm. So please come here and experience this, and we are so happy that you spent so much time explaining everything for Pravasi channel. Thank you very much. Thank you very much. Have a good day. നമ്മൾ ബിജു കെ ജോസിനെയാണ് ഇന്ന് ഇൻ്റർവ്യൂ ചെയ്തത്, ആൻഡ് ഹിസ് വൈഫ്. ദേ ഓൺ ദിസ് മെഡിക്കൽ പ്രാക്ടീസ് ഇൻ വെസ്റ്റ്ബറി. അവരുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. Again, we'll be back with another interview in a short while. Thank you. Healthy Living on India Life Television. Brought to you by Brookhaven Heart. You are at the heart of everything we do. Board certified cardiologists in East Patchogue, New Hyde Park, and Hicksville, New York. Healthy Living on India Life Television. Brought to you by Brookhaven Heart. You are at the heart of everything we do. Board certified cardiologists in East Patchogue, New Hyde Park, and Hicksville, New York. നമ്മുടെ ബാക്കിൽ പുറകത്ത് പെയിൻ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ തിരുമ്മാൻ പറയും. അതല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആയുർവേദം ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് പറ്റി ചെയ്യുന്നത്? ഞാൻ ശിരോധാര ചെയ്യും ഫോർ ഹെഡേക്ക്, ഫോർ മൈഗ്രെയിൻ, എനി കൈൻഡ് ഓഫ് ഹെഡേക്ക്. അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ചേരും ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ പ്രശ്നമാണ്. കാരണം എല്ലാം ഒരു സൈമൾട്ടേനിയസ് ടൈമിങ്ങിൽ പറ്റിയ കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ പേഷ്യൻറ്റിനുള്ളൂ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ വെസ്റ്റ്ബറിയിലുള്ള ഒരു ലോക്കൽ ബിസിനസ് ഓണറെ അവരുടെ സ്ഥാപനത്തെയും പരിചയപ്പെടാനാണ്. ടോട്ടൽ മെഡിക്കൽ 360 എന്ന പേരിൽ ഒരു സ്ഥാപനം ഇവിടെ വെസ്റ്റ്ബറിയിലുണ്ട്. അതിൻ്റെ ഓണർ മിസ്റ്റർ ബിജു കെ ജോസിനെയും ഭാര്യ ബെറ്റി ജോസിനെയും പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്.
വെൽക്കം ടു പ്രവാസി ചാനൽസ്. ഇത്തിരി നേരം ഒത്തിരി കാര്യം. താങ്ക് യു ഷെറിൻ. നമസ്കാരം. It's amazing actually as I walk in, ഇവിടുത്തെ കളർ കോമ്പിനേഷൻസും നിങ്ങളുടെ റൂംസും everything actually gives a very good pleasing atmosphere ആണ്. Very conducive for whatever treatment that you're doing. Total Medical 360. അപ്പം ഈ ഒരു ആംബിയൻസിനെ പറ്റിയും ഈ ടോട്ടൽ മെഡിക്കൽ 360 എന്നുള്ളൊരു പേരിലും അതിൻ്റെ ആസ്ഥാനം എന്താണ്? ഷെറിൻ, ആദ്യം തന്നെ ഈ പേരിൻ്റെ ആസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 എന്ന് പറയുമ്പോൾ നമ്മൾ മുഴുവൻ കവർ ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ മെഡിക്കൽ, നമുക്ക് തലവേദന തൊട്ട് കാലിന് എന്തെങ്കിലും ഫംഗൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നഖം ഇൻസൈഡിലേക്ക് വളരുന്നോ ഈ കാര്യങ്ങൾ വരാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പേരിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പാഷൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ തലവേദന മാത്രമല്ല, വയറുവേദന ഉണ്ടാവാം, മുട്ടിന് വേദന ഉണ്ടാവാം, ഹിപ്സിന് വേദന ഉണ്ടാവും. അപ്പോൾ ഈ വേദന ഒക്കെ എന്താ കാരണം എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാനാണ് എൻ്റെ താല്പര്യം. വെരി ഗുഡ്. സോ ഒരു കോസ് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുന്നത്. സോ അത് പറയുമ്പോഴാണ് ഐ എം സോ അമേസ്ഡ് ബൈ ഓൾ ദ ക്രെഡൻഷ്യൽസ് ദാറ്റ് യു ഹാവ്. ഒരു 5 credentials plus lot of certifications. That's amazing, and I don't know how humanly it's possible for somebody to have these many credentials. അതിൽ ഓരോന്നായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ മെഡിക്കൽ കരിയർ ഞാനപ്പോൾ പറഞ്ഞു തരേണ്ടി വരും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു പെനി സേവറിൽ ഒരു ആഡ് കണ്ടിട്ട്, യൂണിറ്റ് റിസപ്ഷനിൽ ഒരു ആഡ് കണ്ടിട്ട് LIGയിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ ഒരു 3-4 മാസം റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇതിൽ ഒരു നിമിത്തം തന്നെയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. കാരണം എൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. സോ ഇത് കണ്ടപ്പോൾ ചെറുപ്പത്തിലോട്ട് പേരൻസിന് വലിയ താല്പര്യമായിരുന്നു ഞാൻ ഡോക്ടറാവണം. അതിനുള്ള ചാൻസ് കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഈ യൂണിറ്റ് റിസപ്ഷനിസ്റ്റായിട്ട് കയറി എല്ലാ ആൾക്കാർ ജോലിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നേഴ്സുമാരുടെ ജോലിയും റെസ്പിറേറ്ററി തെറപ്പിസ്റ്റിൻ്റെ ജോലിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സായി. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, റെസ്പിറേറ്ററി തെറപ്പിസ്റ്റായിട്ട് കയറുന്നത് നല്ലൊരു ഫീൽഡാണ്, കയറിക്കോ, പഠിച്ചോ. അപ്പോൾ അതിനുള്ളൊരു ആക്ഷൻ എടുത്തു. ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു, സ്കൂളിൽ പോയി. നല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കതിൽ. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കൽ അതിൻ്റെ ലൈസൻസ് തന്നെ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കൂടുതൽ മെഡിസിനെ പറ്റി അറിഞ്ഞു പിടിച്ചു വന്നപ്പോൾ അടുത്തൊരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഫഷനാണ് PA എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ള സമയമാണ്, അധികം വർഷങ്ങളായിട്ടില്ല. മെഡിസിനായിട്ട് അധികം പ്രാക്ടീസും ഇല്ല, കാരണം എൻ്റെ വീട്ടിൽ ആർക്കും മെഡിസിൻ പ്രൊഫഷനിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ വന്നേ പിന്നെയാണ് അറിഞ്ഞത് നേഴ്സുമാരുടെ വാല്യൂം അതൊക്കെ. സോ അങ്ങനെ റെസ്പിറേറ്ററി തെറപ്പി പഠിച്ചുകൊണ്ടിരിക്കലാണ് PA പ്രോഗ്രാമിനുള്ള റെക്വിസിറ്റ്സ്, അതായത് ആ പ്രോഗ്രാമിൽ കയറാനുള്ള കോഴ്സസ് എടുക്കണം. അപ്പോൾ അത് ഈ റെസ്പിറേറ്ററി തെറപ്പി സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെടുത്തു. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പൈസ അധികം കൊടുക്കണ്ട. രണ്ടാമത്, നമുക്ക് ടൈമും സേവ് ചെയ്യാം. അപ്പോൾ റെസ്പിറേറ്ററി തെറപ്പി കഴിഞ്ഞു. ഒരു വർഷത്തോളം ജോലി ചെയ്തപ്പോഴേക്കും PA സ്കൂളിൽ കയറാൻ ചാൻസ് കിട്ടി. കയറി പഠിച്ചു. 99 ഗ്രാജുവേറ്റ് ആയി. അപ്പം 1999 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത PA ആയിട്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. ജീവിതത്തിൽ കുറേ ജോലികൾ അങ്ങ് ചെയ്തു. 2-3 ഫുൾ ടൈം ജോലി അറ്റ് ടൈം വെച്ച് ചെയ്തിരുന്നു. എനിക്കത് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ജോലി എനിക്ക് ജോലിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഒരു പാഷൻ ആയിരുന്നു. പോവുക, നമുക്കൊരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. Because you are always serving people and helping. അത് it somehow came. നമുക്കതൊരു ദൈവം തരുന്നൊരു ദാനം, ഒരു വരം എന്ന് പറയാമല്ലോ. അപ്പൊ അങ്ങനെ പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ PA പ്രൊഫഷനും NP പ്രൊഫഷനും ആയിട്ടുള്ള ഒരു 2 വ്യത്യാസം മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്. PAs ആവുമ്പോൾ യു നീഡ് എ ഡോക്ടർ, അവരുടെ കൂടെ ഒരു ഡോക്ടറായിട്ട് അറ്റ്ലീസ്റ്റ് പേപ്പറിൽ വേണം. പക്ഷെ NP ആയിട്ട് ഇപ്പം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വയം ഇൻഡിപെൻഡൻ്റ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ജനിച്ചു വളർന്ന കാരണം, അവിടുത്തെ രീതികൾ മനസ്സിലായിട്ടുള്ള കാരണം, അവിടുത്തെ ഈസ്റ്റിലെ നല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും, അതായത് നമ്മുടെ ബോഡി തന്നെ ട്രീറ്റ് ഓണായിട്ട് ചെയ്യുമല്ലോ, അതേമാതിരി. സോ ആയുർവേദം ഇവിടുത്തെ കൺവെൻഷണൽ മെഡിക്കേഷൻസും പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഉള്ള കാരണം നമുക്കിത് രണ്ടും കൂടി മെൽഡ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ പേഷ്യൻസിന് ഇൻഡിവിജ്വലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം.
ഇവിടെ നമുക്ക് ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ഒരു മരുന്ന് എഴുതി കൊടുക്കാണ്, ആ മരുന്ന് മേ ബി വർക്കിംഗ് ഫോർ യു, പക്ഷെ മറ്റൊരാൾക്ക് അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ എന്താ കാരണം എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിന് ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാം, അവർക്ക് മാക്സിമൽ ഓപ്റ്റിമൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ. അപ്പം ഈ PA പ്രൊഫഷനിൽ നിന്ന് എന്നാണ് NP പ്രൊഫഷനോട്? ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വർ ലുക്കിംഗ് ടു ഡു ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ആൻഡ് യു വാണ്ടഡ് ടു ഹാവ് ദാറ്റ് അതോറിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് എവറിഥിങ് ബൈ യുവർ സെൽഫ്, ആൻഡ് ദാറ്റ് ഈസ് വൈ യു സ്വിച്ച് ടു ഓർ യു added another degree, right? So can you tell me, like, after how many years did you make the decision? So the decision 1999 PI. Yeah. 2009 ഒരേ ഐഡിയാസ് എങ്ങനെ വന്നു തുടങ്ങി. കാരണം എനിക്ക് പാഷൻ അബൌട്ട് ഹീലിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ സൂതിങ് ലൈഫ്സ് മാത്രമല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഓൾസോ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു ഫോളോയിങ് വിത്ത് അസ്, people who want to follow a certain type of lifestyle where നമ്മൾക്ക് ഇൽനെസ് വരണേക്കാൾ മുമ്പ് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതല്ല ബെറ്റർ. ഒരാൾക്ക് സിക്നെസ് വരണേക്കാൾ മുമ്പ് അതിനെ ട്രീറ്റ് ചെയ്യുക, അതിന് ആ ചാൻസ് കൊടുക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ വരില്ല, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാണ്, അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കാണ് ഈ കാര്യങ്ങൾ. സോ ഇത് നാച്ചുറലായിട്ട് അവർ മനസ്സിലാക്കുമ്പോൾ അവർക്കറിയാം ദെൻ ഇന്ന മാതിരി നമ്മൾ നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരില്ല. Yeah, so almost 20 years old. You worked as a PA. And then in 2009 you became an NP. No, 2009 NP ആയില്ല. 2000 കാരണം NP ആവണമെങ്കിൽ വീണ്ടും RN ആവണം. You have to go back to RN school. So RN സ്കൂളിൽ പോയത് 2010 പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ PA സ്റ്റഡീസ് തന്നെ എടുത്തു, പിന്നെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് എടുത്തു. പിന്നെ ഒരു 2018-19 ആയപ്പോൾ NP സ്കൂളിൽ കയറി 2020 ഞാൻ NP ആയി ഇറങ്ങിയത്. Wow, that's a long journey. And from one to the other, I don't know how, Betty, what are you thinking in your mind? You're like probably thinking, oh my God, how did I put up with this? I mean, I'm just kidding. But I'm sure your support was there. And what do you say about this journey? Like how he pays and gonna keep up here, but no? He works 24 hours. 24 hours he's busy every day. Study അല്ലെങ്കിൽ ജോലിയുണ്ട്. പിന്നെ ഈ ഞങ്ങൾ 2017 while he was in NP പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മസാജ് തെറാപ്പിക്ക് പോയി ഒരുമിച്ച് പോയി. പിന്നെ അതുപോലെ തന്നെ 2015 ഞങ്ങൾ ആയുർവേദിക് മെഡിസിനും പഠിക്കാൻ തുടങ്ങി. അത് ഞാൻ മൻഹാട്ടനിലാണ് പഠിച്ചത്. അച്ഛൻ മൻഹാട്ടനിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അതായത് അച്ഛൻ നാട്ടിൽ പോയി. He got it almost from there to okay, very good. അപ്പം രണ്ട് സൈഡിൽ നിന്നും like even from USC നിന്നും natural therapy പഠിച്ചു. And then so that's good. So you can mix both, right? And then he went to California for the further studies for Ayurvedic medicine. Wow. ആയുർവേദത്തിൽ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബെറ്റുകൊണ്ട് എൻ്റെ വൈഫിൻ്റെയും പിള്ളേരുടെയും എൻ്റെ പേരൻസിൻ്റെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇന്നൊന്നുമല്ല. പേരൻസിനെ പറ്റി പറയുമ്പോൾ ഐ ഹാവ് ടു സേ ദിസ്. ഞാൻ എപ്പോഴും പറയും പലരോട്, I am because they are. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ മാത്രമുള്ളൂ ഞാൻ. അല്ലേ, നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ philosophy. And of course a supporting wife, you need that, otherwise I always say illinga you cannot, so Ayurveda benefits അറിഞ്ഞു കഴിഞ്ഞപ്പോൾ then I was very passionate about understanding it. കാരണം നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിനെ പറ്റി ആൾക്കാരോട് പറഞ്ഞ് അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആയുർവേദത്തിൽ എല്ലാം കിട്ടണമെന്ന് ഭയങ്കര ഒരാവേശമായിരുന്നു. അപ്പോൾ ഇവിടെ മെൻഹാറ്റനിൽ ആയുർവേദാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല ഡോക്ടർ നൈന മാർബാലി, വെരി വെൽ എഡ്യൂക്കേറ്റഡ്, പൂനെയിൽ നിന്ന് പഠിച്ചു വന്ന വെരി പ്രൊഫിഷ്യൻറ്റ് പ്രാക്ടീഷണറാണ്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജയരാജൻ സാറിൻ്റെ കൂടെ ഡോക്ടർ ജയരാജൻ അവിടെ പോയിട്ട് കാലിഫോർണിയയിൽ കേരള സ്മോൾ വേൾഡ് അല്ലേ, വണ്ടർഫുൾ പേഴ്സൺ. പുള്ളിക്കാരൻ്റെ ഭാര്യയുണ്ട് അവിടെ, നല്ല സെറ്റപ്പാണ്. ലോട്ട്സ് ഓഫ് അമേരിക്കൻസ്. അവിടെയാണ് ഞാൻ കിഴി ഉണ്ടാക്കാനും പഞ്ചകർമ്മയുടെ ട്രീറ്റ്മെൻറ്റ്സും അതിനെ പറ്റിയൊക്കെ പഠിച്ചത് പുള്ളിക്കാരനോട്. ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള കാരണം ഇറ്റ്സ് ഹാർഡ് ടു ഗോ ബാക്ക് ആൻഡ് ഫോർത്ത്. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു
sabbatical എടുത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് ആലുവ വൺ ഓഫ് ദ ഫേമസ് സ്കൂൾസ് ദർ അവിടെ നിന്ന് പഠിച്ചു. സോ അതിന്റെ you cannot lose that passion and my passion. God, that must be so good. And you compliment, right? very much. So മസാജിന് ഇപ്പൊ ആയുർവേദം ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് പറ്റി ചെയ്യുന്നത്? ഞാൻ ശിരോധാര ചെയ്യും ഫോർ ഹെഡേക്ക്, ഫോർ മൈഗ്രെയിൻ, എനി കൈൻഡ് ഓഫ് ഹെഡേക്ക്. എത്ര സെഷൻസ് വേണം ഒരു മൈഗ്രെയിൻ ആണെങ്കിൽ? It depends upon individual people. ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ഒരു ട്രീറ്റ്മെന്റ് മതി, ചിലർക്ക് അതുപോലും വേണ്ട. ഇത് നമ്മുടെ കൈയുടെ പുണ്യം എന്ന് പറഞ്ഞ മാതിരി ഇതൊരു അസസ്മെന്റ് ചെയ്യണം. ആയുർവേദ കൂടാണ്ട് ഞാൻ നേരത്തെ ശരൺ പറഞ്ഞ മാതിരി സർട്ടിഫിക്കേഷൻസ് നമ്മൾ എത്ര താഴ്മയോട് പറഞ്ഞാലും കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നും. കാരണം ആയുർവേദ കൂടാണ്ട് ഞാൻ ക്രേനിയോ സേക്രൽ തെറപ്പി ചെയ്യും. ഇതിനെപ്പറ്റി വായിച്ചാൽ മാത്രം അറിയുള്ളൂ. മെനി പീപ്പിൾ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പക്ഷെ വായിച്ച് അറിഞ്ഞു പിടിച്ച് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് തിങ്. ആൾക്കാർ നമ്മളെ തേടി വരും ഇതിന് വേണ്ടിയിട്ട്. ക്രേനിയോ സേക്രൽ തെറപ്പി കൂടാണ്ട് വിസറൽ മാനിപ്പുലേഷൻ തെറപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൊമാറ്റോ ഇമോഷണൽ റിലീസ്. നമ്മൾ കുറേ പേര് പറയും ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. ഈ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു പ്രശ്നമാണ്. ഒന്ന് ഓർത്ത് നോക്ക്, നമുക്ക് എല്ലാവർക്കും ഒരേ ബ്രെയിൻ, ഒരേ ഹാർട്ട്, എവറിത്തിങ് ഇസ് ദ സെയിം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം നമ്മുടെ ഓർഗൻസ് വർക്ക് ചെയ്യുന്നു അല്ലേ, ചെയ്യേണ്ടവർ. നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലല്ലോ അത്. പക്ഷെ നമുക്ക് ആകെ കൺട്രോൾ ഉള്ളത് നമ്മുടെ മൈൻഡിലാണ്. ദ മൈൻഡ് വിത്ത് വിച്ച് വി സേ തിങ്സ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ആസ്കിങ് മീ, തിങ്സ് ലൈക്ക് ദാറ്റ്. And mind has the power, right? And everything actually can be managed with mind. Very much. So adu fix ചെയ്ത് കഴിഞ്ഞാൽ actually you can have a diet, exercise, everything comes out of that, right? Exactly. And also you're doing all this. I'm a firm believer of natural medicine. ഞാൻ എപ്പോഴും പറയും prevention. Even my whole family is all about prevention as well. So and also my profession, I'm an NP, so that's why I connect with you so much. And the work that you do, it amazes me, and I'm so happy that you're bringing awareness to our community. Because ellarum, as you said, asum vannu kazhinju medicine pova, idu engane prevent cheyanam, what are the things out there, right? Njan recently aanu lymphatic drainage massage ne patti padikkunnu, and I did it myself. Like njan oru therapist ne kandupidichu. I just heard from you guys, I see that you're also doing lymphatic drainage massage. അത് ഒരുപാട് പേര് നമ്മുടെ ആൾക്കാർക്കും അറിയില്ല. ബെറ്റി പറയുന്നു, like one of you can share what you do with lymphatic drainage massage, എന്താണ് ചെയ്യുന്നത്? സോ ലിംഫാറ്റിക് ഡ്രെയിനേജ് മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ആൻറ്റിമാർക്കും അമ്മച്ചിമാർക്കും കാലിൽ കുറെ നീരുണ്ടെന്നേ പറയുള്ളൂ. കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അവരുടെ കുറേ പേർക്ക് ഉണ്ട്, നമ്മൾ പ്ലെയിനിലൊക്കെ കൂടുതൽ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ കാലിനൊക്കെ നീര് വെക്കും. അത് ഉള്ളത് തന്നെ നമുക്കൊരു ചെറിയ പ്രശ്നമാണ്. വി നോ ദാറ്റ് അതൊരു ബിഗിനിങ് ആണ് ഈ പ്രശ്നങ്ങളുടെ. അപ്പോൾ നമ്മുടെ ബോഡി നോർമലി നമ്മുടെ ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്, ആർട്ടറീസ് ആൻഡ് വെയിൻസ് കൂടാണ്ട് തന്നെ. അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റം ആണ് നമ്മുടെ ഈ എക്സസ് ഫ്ലൂയിഡ്, ഈ വെള്ളം കാലിൽ നിന്ന് പുറത്തേക്ക് ചാടി നിൽക്കുന്ന അത് വലിച്ചെടുക്കുന്ന ഈ ലിംഫാറ്റിക് സിസ്റ്റമാണ്. ചില ആൾക്കാർക്ക് അത് ഏജ് കാരണമോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലിംഫ് നോഡ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണമോ ചിലർക്ക് ക്യാൻസർ കാരണമോ ഈ ലിംഫാറ്റിക് സിസ്റ്റം ഒരു കോംപ്രമൈസ് ആവും. അപ്പോൾ ഈ വീർത്ത് ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കും കാലുകൾ രണ്ടും. അപ്പോൾ അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് തെറപ്പിയാണ് ലിംഫെഡിമ എന്ന് പറഞ്ഞത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്. നമ്മളതൊരു 4-5 സെഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെത്താനെ വീട്ടിൽ തന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കുറയ്ക്കാം. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി പർട്ടിക്കുലർലി ഞാൻ ലിംഫോളജി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. അത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കുള്ളൂ. ഈ ഇങ്ങനത്തെ ടൈപ്പ് തെറപ്പിസ്റ്റും ചുരുക്കമാണ്. അതെ, വെരി ഫ്യൂ. ആക്ച്വലി ഞാൻ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിന് പോയത്. ബിക്കോസ് ലോട്ട് ഓഫ് ബ്ലോട്ടിങ് ആൻഡ് ലോട്ട് ഓഫ് നമ്മളിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുമ്പം, ആസ് യു സെഡ്, ആങ്കിൾ എഡിമ, and it worked. I felt like all these toxins എല്ലാം പോയ പോലെ ഒരു ഫീലിംഗ്, ലോട്ട് ഓഫ് എനർജി തിരിച്ചു വന്ന പോലെ തോന്നി. And I read about it and I realized like we have a lot of പ്രിവെൻഷൻ ഉണ്ട് അല്ലേ, വി കൻ റിസർച്ച് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇതൊന്നും അൺഫോർച്ചുനേറ്റ്ലി ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല. അവിടെയാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സിന് വരാൻ മടി വരുന്നത്. പക്ഷെ ഐ എം ഷുവർ, ആസ് യു സെഡ് ബിഫോർ, യു ആർ ഡൂയിങ് ഇറ്റ് അറ്റ് എ വെരി അഫോർഡബിൾ പ്രൈസ്. വെരി അഫോർഡബിൾ പ്രൈസ് ഇസ് നോട്ട് റിയലി an issue. ഞാൻ പറഞ്ഞില്ലേ, once passion is there and you do the service, here's the problem, money just comes.
സത്യമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്ന് പറയാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു 10-30 വർഷത്തിൽ കൂടുതലായി. യുനോ നമ്മൾ ഓരോന്നും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലോ നമ്മൾ അറിയാതെ തന്നെ നമ്മളോട് കുറെ പാസ്റ്റർമാരും അച്ഛന്മാരും പ്രീസ്റ്റൊക്കെ അത് പറയും. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത് വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഒന്ന് വന്നു കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നവർ ഇതിൻ്റെ ഒരു മധുരം കിട്ടിക്കഴിയുമ്പോൾ then you keep doing it. എന്നോട് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയും, പൈസ ഇല്ല, നോട്ട് എ പ്രോബ്ലം, ട്രീറ്റ്മെന്റ് മേടിച്ചിട്ട് പൊക്കോളൂ, ഗെറ്റ് ബെറ്റർ. നിങ്ങളൊരു 4 ആളോട് പോയി പറഞ്ഞാൽ മതി. ആ 4 ആൾ വന്നു കഴിഞ്ഞാൽ that's it, you know. So again, I want to convey that message once again, that it is a must and a doable things ആണ് ഈ പ്രിവെൻഷൻ തെറാപ്പീസ് എന്ന് പറയുന്നത്. അത് ഒരു അസുഖത്തിനല്ല, ഏത് അസുഖം എടുത്താലും they have an answer for that. So it must ആയിട്ടും വന്ന് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും കണ്ടും കേട്ടും അല്ലേ നമ്മളത് പഠിച്ചെങ്കിൽ and then look up for yourself to see how these things can benefit us to prevent most of the diseases, right? Diabetes with special care ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഡയബറ്റീസ് തന്നെ നമ്മൾ യുനോ അൺഫോർച്യുനേറ്റ്ലി ചില ആൾക്കാർക്ക് ഇത് ഡെസ്റ്റിൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ ഒരു 50% കൂടുതലും സാധ്യതയാണ് നമുക്ക് വരാവുന്നതുള്ളത്. സോ ഇത് തന്നെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹാവ് എ ഗുഡ് ചെക്ക്, ഒരു കൺട്രോളിലിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ യുനോ നമ്മുടെ ഫോൾട്ട് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ചിലർക്ക് ഗെയിൻ വെയിറ്റ് വരും, നന്നായിട്ട് തടി വയ്ക്കുന്നവരുണ്ട്. ഈ തടി വയ്ക്കുന്ന വ്യക്തിമാർക്കും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഒരു ഹൈ ലെവലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഫാമിലിയുടെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒത്തിരി ദാഹം, ഒത്തിരി ബാത്റൂമിൽ പോകണം, വീണ്ടും ദാഹം, ഇതൊക്കെ സയൻസ് ആണ്. ഇതും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക, ഒരു കൺസൾട്ടേഷൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. So let's hold on to that thought, and I really want to come back to the weight management and stuff. Yes. പക്ഷെ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. We'll be back after a short break. Welcome back. Let's strike a conversation with Biju. നമ്മൾ കണ്ടിന്യൂ ചെയ്തത് ഡയബറ്റീസിനെ പറ്റി, വെയ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് വെയ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. എവറിബഡി നോസ് ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ഡു? സോ വെയ്റ്റ് മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും അടിസ്ഥാനം 3 പില്ലേഴ്സാണ്. 3 പില്ലേഴ്സ് നിർത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആൾ എൻ്റെ ഓഫീസിലേക്ക് വരാണ് ഈ വെയ്റ്റ് ഗെയിൻ പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ എക്സസീവ് വെയ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, ഒബിസിറ്റി, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് അവരായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് കാരണം ഫോർ യു പർട്ടിക്കുലർലി. എല്ലാവർക്കും ഒരേ കാരണമായിരുന്നു വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ് കാരണം. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി അധികം ചെയ്യാത്ത കാരണമാണോ, നമ്മുടെ ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലാത്ത കാരണമാണോ, അല്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രീഷനാണ് പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലാണോ, അല്ലെങ്കിൽ അസമയത്ത് കഴിക്കുന്ന കാരണമാണോ. ഈ ആദ്യത്തെ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ 50% ഓൾറെഡി സക്സസ്ഫുള്ളായി ട്രീറ്റ്മെൻറ്റിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞു. രണ്ടാമത് പേഷ്യൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യും ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. കാരണം ഓപ്ഷൻസ് ഉണ്ടെങ്കിലാണ് മനുഷ്യൻ്റെ മൈൻഡ് ഒന്ന് കംഫർട്ടബിൾ ആവുള്ളൂ. ഇപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം ഓപ്ഷൻസ് തരാമെന്നുള്ളത് എൻ്റെ ജോലിയാണ്. ഈ ഓപ്ഷൻസിൽ നിന്നൊന്ന് പിക്ക് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും സക്സസ്ഫുൾ ആവില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 75% ഓൾറെഡി ഗെയിൻ ആയി. അപ്പോൾ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പോകണമെന്ന് ഡിസ്കസ് ചെയ്തു, വന്നു, എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യാൻ പോണേ, ഇനി ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതാണ് 3ാമത്തെ പില്ലർ. സോ ഫസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ എന്താണ് കാരണം, രണ്ടാമത് എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മൂന്നാമത് ഇനി തിരിച്ച് ഈ സ്റ്റേജ് 1 വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ 3 കാര്യം. ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് വെയിറ്റും വലിയ പ്രശ്നമാണ്. അഗെയിൻ വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോഴും വി ഡിസ്കസ് എന്തുകൊണ്ടാണ്. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ഡയബറ്റീസ് ഓർ വേറെ എന്തെങ്കിലും കാരണമാണോ, നിങ്ങളുടെ
അമ്മച്ചിമാരോ അമ്മമാരോ വെയിറ്റ് ഉള്ള ആൾക്കാരാണോ, അപ്പോൾ നാച്ചുറൽ ആണ്, നമുക്കും ചിലപ്പോൾ വെയിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട് മെജോറിറ്റി ഓഫ് ദ കേസസ് ആർ ബിക്കോസ് the mother or the grandmother is obese or in that category. അപ്പോൾ സെയിം തിങ്, ഫസ്റ്റ് now we discussed എന്താണ് കാരണം, രണ്ടാമത് ഇനി ഈ ഒബീസിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡയബറ്റീസും കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഡയബറ്റീസിനുള്ള ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട്, ഒബീസിറ്റികൾ സെപ്പറേറ്റ് ആയിട്ട്, രണ്ടും സെയിം തിങ്, 3 പില്ലേഴ്സ്. എന്താണ് കാരണം, എന്താണ് ട്രീറ്റ്മെന്റ്, ഇനി ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്. Simple. So you're so right, like what a lot of these things are metabolic disorders, and then it comes from weight gain and overweight and all that. പക്ഷെ ഇതെല്ലാം സത്യം പറഞ്ഞാൽ യങ് ഏജിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പം if we don't have that as a child, then that's when it kind of falls apart. I wish I had more knowledge like that. But ഇന്നത്തെ ചെറുപ്പക്കാർക്ക് they have a lot of knowledge. They are like researching and they are seeing, എൻ്റെ കുട്ടികളൊന്നും ലേബിൾ നോക്കാതെ ഒരു സാധനം കഴിക്കത്തില്ല. We cannot even buy anything like that in our house. So I feel like you can definitely help that younger group as well, yes. Right? അവരുടെ ഒരു ലൈക്ക് വാട്ട് ആർ ദ തിങ്സ് ദേ ഹാവ് ടു ഫോക്കസ് ഓൺ. അപ്പം ഒരാൾക്ക് കൺസൾട്ടേഷൻ വിളിക്കണമെങ്കിൽ, or how do you do the consultation? What do you charge for the first consultation? Normally first consultation just for obesity or just for diabetes ആണെങ്കിൽ $150 is the consultation fee, which includes the prescription. Okay. Yeah. Okay. And then maintenance we'll just charge them on their അവരുടെ ഇൻഷുറൻസിൽ നിന്ന് മാത്രം കവർ ചെയ്യുള്ളൂ. പിന്നെ maintenance വരുമ്പം, like if there are prescriptions and stuff, of course it goes through insurance. Exactly. Right? Exactly. Okay, got it. Yeah. So അതിന്റെ കൂടെ തന്നെ we check everything overall. നമ്മൾ ഒരു കാര്യം മാത്രമല്ല, ഇപ്പൊ എൻ്റെ ലൈഫ് പറഞ്ഞു, You send labs from here or we send labs to the lab core. അപ്പോൾ അവിടെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് ചെയ്തെല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട്. സോ അവരുടെ സൗകര്യം പോലെ അവരുടെ വീടിൻ്റെ അടുത്ത് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ they can go there and get it done. Okay. Yeah. ഇന്ന് പരിചയപ്പെട്ടത് ബിജു കെ ജോസിനെയും ഭാര്യ ബെറ്റി ജോസിനെയുമാണ്. വീണ്ടും നമ്മൾ കാണാം ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡിൽ. Thank you for watching Healthy Living on India Life Television, brought to you by Brookhaven Heart. You are at the heart of everything we do. Board certified cardiologists in East Patchogue, New Hyde Park, and Hicksville, New York. Healthy Living on India Life Television, brought to you by Brookhaven Heart. You are at the heart of everything we do. Board certified cardiologists in East Patchogue, New Hyde Park, and Hicksville, New York. നമ്മുടെ ബാക്കിൽ പുറകത്ത് പെയിൻ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ തിരുമ്മാൻ പറയും. അതല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആയുർവേദം ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ബെറ്റി ചെയ്യുന്നത്? ഞാൻ ശിരോധാര ചെയ്യും ഫോർ ഹെഡേക്ക്, ഫോർ മൈഗ്രെയിൻ, എനി കൈൻഡ് ഓഫ് ഹെഡേക്ക്. അതുപോലെ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ചേരും ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ പ്രശ്നമാണ്. കാരണം എല്ലാം ഒരു സൈമൾട്ടേനിയസ് ടൈമിങ്ങിൽ പറ്റിയ കാര്യങ്ങളുടെ
എക്സ്പീരിയൻസ് മാത്രമേ പേഷ്യൻറ്റിനുള്ളൂ. So Betty massage ചെയ്യുന്നുണ്ട്. ഞാൻ ബെറ്റിയോട് ചോദിക്കട്ടെ, what are the kind of massages you do for arthritis and joint pains and everything? Joint pains and massage therapy, Ayurvedic or ഏത് വേണമെങ്കിലും. Yeah, what do you choose to give? If it is Ayurvedic and joint massage ആണെങ്കിൽ നമ്മൾ we will take different type of oil to do the massages. So അത് നമ്മൾ അവര് വരുമ്പം അവരെ നോക്കിയിട്ട് we have to know which type of ഇത് കഫയാണോ പിത്തയാണോ അങ്ങനെ നോക്കിയിട്ട് then we make the oil for them. And then we make our own oil with all this herbs in it, with different type of body, different type of person has different type of oil. Some people will take sesame oil, some will take coconut oil. എന്തിനാ പറ്റുന്ന ആ ഓയിലിൽ ഞങ്ങൾ ഹെർബ്സ് ഒക്കെ ഇട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി we will give a good massage for that. Okay, അപ്പം ഈ ഹെർബ്സ് ഒക്കെ ഇവിടുന്ന് തന്നെയാണോ നാട്ടിൽ നിന്നാണോ? നമ്മുടെ തന്നെ ഹെർബ്സ് തന്നെയാണ്, ലൈക്ക് റോസ്മേരി, ലൈക്ക് ഡിഫറെന്റ് ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് നമ്മുടെ വീട്ടിലുള്ള ടർമറിക് അങ്ങനത്തെ ഒക്കെ ഇട്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കും. And then we do that massages for that. Okay. I am an esthetician, licensed aesthetic too. അതെല്ലാം കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ മസാജ്, ഫേഷ്യൽ, ഷോൾഡർ എല്ലാം ചെയ്യും. ഒത്തിരി പേർക്ക് ഫ്രോസൺ ഷോൾഡേഴ്സ് ഉണ്ട്. So then that you could നോട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. വാട്ട് എൽസ് ഇൻ മസാജിൽ തന്നെ നമ്മളിപ്പോൾ പല ടൈപ്പ് മൈഗ്രെയിൻ്റെ പറഞ്ഞു, ആർത്രൈറ്റിസ്, പെരിഫറൽ ന്യൂറോപ്പതി, പാർക്കിൻസൺസ്, ആർക്കെങ്കിലും സ്ട്രോക്ക് വന്നാൽ somebody is on stroke and they need massage and we could help them out with that. Peripheral neuropathy അത് ഒത്തിരി പേർക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പെരിഫറൽ is a big problem. പെരിഫറൽ ന്യൂറോപ്പത്തി വലിയ പ്രശ്നമാണ്. പിന്നെ പ്ലാന്റാർ ഫാഷിയൈറ്റിസ്, കാലിൻ്റെ ഉൾപ്പറ്റി എന്ന് പറയില്ല ഇൻസൈഡിൽ, അതിൻ്റെ പെയിൻ ഉള്ളവർക്ക് കാലത്തേനിക്കും ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നല്ല പെയിൻ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലൈസ് ചെയ്യും. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഓൾസോ സർട്ടിഫൈഡ് ആഡഡ് ക്വാളിഫിക്കേഷൻ ഇൻ ഓർത്തോപീഡിക്സ്. അത് വളരെ ചുരുക്കം PSനെ ഉള്ളൂ. ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് ന്യൂയോർക്കിന് 10 പേർക്കേ ഉള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ആ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അറിഞ്ഞേ പറ്റും. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അഗൈൻ നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻ്റെ പെയിൻ എവിടെയാണെന്ന് പറയും അവർ നമ്മളോട്. പക്ഷെ ആ സ്ഥലത്തല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏരിയ. എക്സാക്ട്ലി. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെയിൻ റിഫേർഡ് ആണ് മിക്കവാറും. അൺലെസ് നമ്മൾ ആരെങ്കിലും ഒരു സാധനം ഇട്ട് നമ്മൾ അടിച്ച ആ ഭാഗത്ത് പെയിൻ വരുന്നതല്ലാണ്ട് നമ്മുടെ ബാക്കിൽ പുറകത്ത് പെയിൻ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ തിരുമ്മാൻ പറയും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ട്രിഗർ പോയിന്റ് എന്ന് പറയും. മസിൽസിനകത്ത് ട്രിഗർ പോയിന്റ്സ് ഉണ്ട്. ഇത് നമ്മളുടെ ഈ മർമ്മ തെറപ്പി പോലെ തന്നെ ആക്യുപ്രഷർ തെറപ്പി കൊണ്ട് അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ യു ആർ ഏബിൾ ടു യൂട്ടിലൈസ് ഓൾ ദീസ് ടെക്നിക്സ് ടുഗെദർ. അപ്പോൾ മെയിൻ തിങ് ഇസ് അസസ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൊമാറ്റോ ഇമോഷണൽ റിലീസ്. ചില ആൾക്കാർക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ട്രോമ, എന്തെങ്കിലും ഒരു ഇവൻറ്റ് തന്നെ പറ്റിയിട്ടുണ്ടാവും. ഈ ഒരു ഭയം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി പറ്റിയിരിക്കും. ഉള്ളതാണ്, വായിച്ചു നോക്കുമ്പോൾ അറിയുള്ളൂ. ഇതറിയാണ്ട് കേൾക്കാത്ത ആൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഭയപ്പെട്ടു പോകും. ഇത് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സൊമാറ്റോ ഇമോഷണൽ റിലീസ് തെറപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറപ്പി കൂടെ ലിറ്ററലി ഇതിനെ വിടിപ്പിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. അതുപോലെ തന്നെ നമ്മൾ ഈ വിസറൽ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ബോഡി ഹെഡ് ടു ടോ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ബോഡിയുടെ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റുള്ള ഭാഗത്തും അതിനെ ബാധിക്കും. It amazes me how much knowledge you have and you are able to connect it and put it all together. And there is such a thrive and a passion for education here. I see that. ഒരുപാട് credentials ഉണ്ടല്ലേ? Credentials name ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഉണ്ട്. There is this office is full of certificates and credentials. It really amazes me. Thank you. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി why your facility is named
total medical 360. താങ്ക് യു. ഏത് അസുഖത്തിനും ഇവിടെ ഒരു ആൻസർ ഉണ്ട്. നിങ്ങൾ വന്ന് കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവൂ അല്ലേ? അല്ല, ദൈവം തന്നൊരു കഴിവാണ്. നോക്കി, മലയാളം സംസാരിക്കാനും പറ്റും, ഹിന്ദിയിൽ വാക്യങ്ങൾ ഹിന്ദി സംസാരിക്കണമെങ്കിൽ അതിലും സംസാരിക്കാം. അപ്പോൾ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. വന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു വിസിറ്റായി ഒരാളെ കണ്ടു, പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ. And you're highly qualified to do that, and all the certificates are here. Every single thing that we explained, you have a special certification for that. അതെ. That's amazing, right? How to be with somebody who has so much knowledge. നമ്മളിപ്പോൾ വെയിറ്റ് മാനേജ്മെന്റ് പറഞ്ഞു, ഡയബറ്റീസ് പറഞ്ഞു, പെയിൻ മാനേജ്മെന്റിന്റെ പറഞ്ഞു. വാട്ട് എൽസ് ഈസ് യുവർ ഫോക്കസ്? ഞാൻ ഡബിൾ ബോർഡ് സർട്ടിഫൈഡ് ആണ് ഡയബറ്റീസ് മാനേജ്മെന്റിൽ. സോ അതിന്റെ തന്നെ ഒരു ഹോൾ ഗാമറ്റ് ഓഫ് തിങ്സ് ഉണ്ട് അതിനകത്ത്. വെയിറ്റ് ലോസും, അബൌട്ട് ആർട്ടീരിയൽ സപ്ലൈസ് ആൻഡ് വീനസ് സപ്ലൈ ബാക്ക്, അതിൻ്റെ കോംപ്രമൈസ്, എങ്ങനെയാണ് നമ്മുടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ്. അത് കൂടാണ്ട് ഐ എം ഓൾസോ ഡബിൾ ബോർഡ് സർട്ടിഫൈഡ് ഇൻ വൂണ്ട് കെയർ മാനേജ്മെൻറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഡയബറ്റീസ് ഉള്ളവർക്ക് വൂണ്ട്സും ഉണ്ട്. ഇത് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരാൾ ഹിപ്പ് ഫ്രാക്ചറിനെ പറ്റി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് അറിയില്ല, അവർക്ക് അതിനെപ്പറ്റി ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഓർത്തോപീഡിക്സിൽ ജോലി ചെയ്യുന്ന ആളാണ്, മൂന്ന് ദിവസം ആഴ്ചയിൽ. അപ്പോൾ ഒരൊറ്റ രാത്രി പോലും ഇല്ല ഞാൻ ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ഫ്രാക്ചർ ആവാണ്ട് വരാത്തവർ. അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ്, വെപ്രാണാണ്, പ്രയാസമാണ്, എന്താ പറ്റുന്നത്. അപ്പോൾ അവരെ കാം ചെയ്യാൻ പറ്റും. കാരണം ഞാനിതെന്നും കാണുന്നതാണ്, പക്ഷെ കാണാത്ത ഒരാൾക്ക് വലിയ പ്രയാസമാണ്. അതേപോലെ തന്നെ ഒരു അസുഖം വന്ന ഒരാൾക്ക് പിന്നെ ഭയങ്കര ഡിപ്രഷനാണ്. എന്തുമാത്രം പേഷ്യൻസ് ഞാൻ ട്രീറ്റ് ചെയ്യുമെന്നറിയുമോ? ഡയബറ്റീസ് ഉള്ളവർ, ഡയബറ്റീസ് കാരണം അവർക്ക് ഡിപ്രഷൻ. കാരണം കുറേ ആൾക്കാരുടെ വിശ്വാസം, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് ഡയബറ്റീസ് ഒന്നും തന്നെ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു എന്നാണ് അവരുടെ വിചാരം. അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ വിചാരം ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ പ്രശ്നമാണെന്ന്. കാരണം എല്ലാം ഒരു സൈമൾട്ടേനിയസ് ടൈമിങ്ങിൽ പറ്റിയ കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ പേഷ്യൻറ്റിനുള്ളൂ. പേഷ്യൻ്റ് നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ അങ്കിൾ ഓക്കെ ആയിരുന്നു, ഡയബറ്റീസ് ആയിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇൻസുലിൻ എടുത്ത് തുടങ്ങിയപ്പോൾ പുള്ളിയുടെ കാൽ മുറിക്കേണ്ടി വന്നു. ഷെറിനറിയാം ദാറ്റ്സ് നോട്ട് ട്രൂ. ഈ പ്രശ്നങ്ങൾ എങ്ങനെ വന്നുകൊണ്ടിരുന്ന കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് ലേറ്റായി പോയി. ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് തിങ്. ഈ പ്രശ്നം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു പേഷ്യൻസ് തന്നെ നമ്മളുടെ അടുത്ത് വരുമ്പോൾ കുറേ പേര് പൈസ ചിലവാകുന്ന കാരണം വരാണ്ടിരിക്കും. കാരണം കുറേയൊക്കെ ഈ വർക്ക്സ് നമ്മൾ ചെയ്യുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. ജസ്റ്റ് അൺഫോർച്ചുനേറ്റ്, നമ്മൾ എത്ര ഇനി അത് പറഞ്ഞു പിടിച്ചു വന്നാലും വർഷങ്ങളോളം എടുക്കും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അത് കാരണം വരാണ്ടിരിക്കരുത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരേ കാറുണ്ടല്ലോ, നമ്മളെല്ലാ വർഷവും ആ കാറിനൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? എന്താ കാരണം? അത് കമ്പൽസറി ആയ കാരണമാണ്. നിങ്ങളുടെ ഹെൽത്തിലും കൂടുതൽ കമ്പൽസറി ആയിട്ടുള്ള ഒന്നുമില്ല. ഈ വണ്ടിയുള്ള വണ്ടി തന്നെ ഓടിക്കണമെങ്കിൽ നല്ലൊരു ഹെൽത്ത് വേണം അല്ലേ? ഞാൻ ഇഷ്ടംപോലെ അച്ചായന്മാരും അപ്പച്ചന്മാരും അറിയും, നല്ല സുഖമായ ലൈഫായിരുന്നു, റിട്ടയറായി 2 വർഷം കഴിഞ്ഞു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ അവരുടെ മറവി കംപ്ലീറ്റ്ലി കുറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് പാർക്കിൻസൺസ് ആയി, അല്ലെങ്കിൽ ഒരു വീഴ്ച വീണു, വീഴ്ചയിലൊരു ഹിപ്പ് ഫ്രാക്ചറായി, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് റിക്യൂപ്പറേറ്റ് ചെയ്ത് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ബെസ്റ്റ് ക്യൂർ. True. 100%. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. We'll be back after a short break.